സിൻടാക്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിലെ പ്രധാന ബ്രാഞ്ചുകളിൽ ഒരു ബ്രാഞ്ചാണ് സിൻടാക്സ്. പഠിക്കാൻ ഇച്ചിരി കഷ്ടം തോന്നുന്നൊരു ബ്രാഞ്ചാണ് ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിലെ ഫിസിക്സ് ആയിട്ടും മാത്സ് ആയിട്ടൊക്കെ പറയാം. കാരണം അത് കുറച്ച് ടെക്നിക്കൽ ടേംസ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേത് പഠിക്കുന്ന അത്ര ഈസി അല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ സിൻടാക്സ് ഇസ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ എബൌവ് ദ വേർഡ് ലെവൽ. അതായത് സിൻടാക്സ് എന്ന് പറയുന്നത് വേർഡ് ലെവലിൽ, അതായത് മോർഫോളജിക്കും മുകളിലുള്ള ഒരു ബ്രാഞ്ചാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. കാരണം എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത്, അതായത് മോർഫോളജിക്കും അതിൻ്റെ മുകളിലുള്ള പ്രാഗ്മാറ്റിക്സിനും ഇടയിലുള്ളതാണ് സിൻടാക്സ്. അപ്പം അവിടെയാണ് എങ്ങനെ നമ്മുടെ കയ്യിൽ ഒരുപാട് വാക്കുകളുണ്ട്, എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് പറയുന്നത് സിൻടാക്സിലാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ബോത്ത് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഓൾസോ ടു ദ അക്കാഡമിക് ഫീൽഡ് ദാറ്റ് സ്റ്റഡീസ് ദോസ് റൂൾസ്. അപ്പോൾ ഇതിനെ നമുക്ക് സിൻടാക്സിന് വേണമെങ്കിൽ സിൻടാക്റ്റിക് റൂൾസ് അല്ലേ, കുറച്ച് റൂൾസ് ആണ് എങ്ങനെ സെൻറ്റൻസുകൾ അറേഞ്ച് ചെയ്യാം എന്നുള്ള റൂൾസ് ആയിട്ടും പറയാം. അതല്ലെങ്കിൽ അതിനെ നമുക്ക് ഈ റൂൾസ് പഠിക്കുന്ന ഒരു ഫീൽഡായിട്ട്, ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് എന്ത് പറയാം, സിൻടാക്സിനെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിൻടാക്റ്റിക് കാറ്റഗറീസ് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ ആദ്യം സിൻടാക്സിൽ ഓരോ വാക്കുകളെയും ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലേ. ഏതൊക്കെയാണ്? നൗൺ നമുക്കറിയാം, വേർബ് അറിയാം, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, ആഡ് വേർബ്, ഇങ്ങനെ തുടങ്ങിയ സിൻടാക്റ്റിക് കാറ്റഗറീസ് നമുക്കറിയാം അല്ലേ. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം, പ്ലേസ് ഒരു തിങ് ആണ്. വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സ് ആണ്. അതിൽ തന്നെ മോഡൽ ഓക്സിലറീസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടന്റ് വേർഡ്സ് ഉണ്ട് അല്ലേ. വേർബ് എന്ന് പറയുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, അത് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. പ്രൊപ്പോസിഷൻ ആണെങ്കിൽ ലൊക്കേഷൻ, ഇല്ലെങ്കിൽ എവിടെയാണ്, എന്താണ് എന്നുള്ള ആ ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആഡ് വേർബ് എന്ന് പറയുമ്പോൾ വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ന് നമുക്കറിയാം. ഇതൊക്കെ ലെക്സിക്കൽ കാറ്റഗറിയാണ് അല്ലേ. അതിലൊക്കെ നമുക്ക് വാക്കുകൾ കാണാൻ പറ്റും അല്ലേ. നൗണിലും വേർബിലും അഡ്ജക്റ്റീവിലും പ്രൊപ്പോസിഷനിലും ആഡ് വേർബിലും നമുക്ക് കുറച്ച് വാക്കുകൾ കാണാൻ പറ്റും. അതേസമയം സിൻടാക്റ്റിക് കാറ്റഗറി നോൺ ലെക്സിക്കലായിട്ട്, അതായത് നമ്മൾ സിൻടാക്സിൽ യൂസ് ചെയ്യുമ്പോൾ ഈ വാക്കുകൾ നമ്മൾ പല നോൺ ലെക്സിക്കൽ കാറ്റഗറീസിലേക്ക് ക്ലാസിഫൈ ചെയ്യും. അതാണ് ഡിറ്റർമിനർ, ഡിഗ്രി വേർഡ്, ക്വാളിഫയർ, ഓക്സിലറി, കൺജങ്ഷൻ. അതിനുള്ള എക്സാമ്പിളാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഡിറ്റർമിനറിൽ ദ, ദിസ്, സംബടി അങ്ങനെയുള്ള വാക്കുകളാണ് വരിക. ഡിഗ്രി വേർഡ് എന്ന് പറയുമ്പോൾ വെരി, മോർ അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന അഡ്ജക്റ്റീവ് പോലെയുള്ള കാറ്റഗറി ആയിട്ട് വരും. ക്വാളിഫയർ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, പെർഹാപ്സ് പോലെയുള്ള വാക്കുകൾ. ഓക്സിലറി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, വേർബിൻ്റെ ഒരു കാറ്റഗറിയാണ്. കൺജങ്ഷൻ, ആൻഡ്, ഓർ പോലെയുള്ള വാക്കുകൾ. ഓക്കെ, ഇതിനെ ഓരോന്നും ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്, ദ ഗ്ലാസ് സഡൻലി ബ്രോക്ക്. അപ്പോൾ ഈ നോൺ ലെക്സിക്കൽ കാറ്റഗറീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനറാണ്, നമുക്കറിയാം അത് ആർട്ടിക്കിളാണ്, പക്ഷേ സിൻടാക്റ്റിക് റൂൾ പ്രകാരം നമ്മളതിനെ ഡിറ്റർമിനർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ, എ, ആൻ ഒക്കെ അതിൽ പെടും. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലേ, ഒരു നൗണാണ്. സഡൻലി എന്ന് പറയുമ്പോൾ അത് ബ്രോക്ക് എന്നുള്ള വേർബിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ആഡ് വേർബാണ്, വേർബാണ്. ഇനി വേറൊരെണ്ണം നോക്കാം. എ ജോഗർ റാൻ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ലെയിൻ. ഇതിലെന്തൊക്കെയുണ്ട്? ഡിറ്റർമിനർ ഉണ്ട്, നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. അടുത്തത് പി. പി എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രൊപ്പോസിഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഡിറ്റർമിനർ, നൗൺ, വീണ്ടും പ്രൊപ്പോസിഷൻ, ഡിറ്റർമിനർ, നൗൺ. ഓക്കെ, ഇങ്ങനെയാണ് വാക്കുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ വാക്കുകളും, ഓരോ സെൻറ്റൻസിലെ ഓരോ വാക്കുകളെയും ഓരോ കാറ്റഗറിയിൽ, നോൺ ലെക്സിക്കൽ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിനി ഫ്രേസ് ലെവൽ നോക്കാൻ പോകണം അല്ലേ. സെൻറ്റൻസ് ആവണമെങ്കിൽ ആദ്യം വേർഡ്സ് വേണം, വേർഡ്സ് ഫ്രേസ് ആവണം, ഫ്രേസ് ക്ലോസ് ആവണം, പിന്നീടാണ് സെൻറ്റൻസ് ആവുന്നത്. അപ്പോൾ ഈ ഓരോ വാക്കുകളും വരുന്നതിനെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് മാറ്റാം, ഓരോ ഫ്രേസുകളായിട്ട് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ്. അതിനെ നമ്മൾ NP എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, NP നൗൺ ഫ്രേസ്. അതിൽ ദ കാർ, എ ക്ലവർ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകൾ ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുക. അതിൽ വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ വേർബും ആഡ് വേർബും ഒക്കെ അതിൻ്റെ കൂടെ വരും. സ്റ്റഡി ഹാർഡ്, പ്ലേ ദ ഗിറ്റാർ അല്ലേ. അതിലെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേർബ് ആയിരിക്കും. നൗൺ ഫ്രേസിലെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് നൗൺ ആയിരിക്കും.
പ്രൊപ്പോഷണൽ ഫ്രേസ് ആകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിപ്പോസിഷനിലായിരിക്കും. ഇൻ, എബവ്, കണ്ടോ, ഇൻ ദ ക്ലാസ്, എബവ് ദ എർത്ത്. ഓക്കെ. അഡ്ജക്റ്റീവ് ഫ്രേസ് ആകുമ്പോൾ അഡ്ജക്റ്റീവ് ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക, ഹെഡ് വേർഡ് ആയിട്ടുണ്ടാവുക. വെരി ടോൾ, ക്വയറ്റ് ക്ലീൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫ്രേസൽ കാറ്റഗറി എന്ന് പറയുന്നത്, ഫ്രേസസ് എന്ന് പറയുന്നത്. ഇനി ഒരു സെൻറ്റൻസിനെ നമ്മൾ മാറ്റുകയാണ്, ഈ പല ഫ്രേസുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ചേർന്നിട്ടുള്ളതാണ് അല്ലേ. ദ ബോയ് വെൻ ടു സ്കൂൾ, ബോയ് സ്കൂളിലേക്ക് പോയി. അപ്പോൾ ദ ബോയ് വെൻ ടു സ്കൂൾ. അങ്ങനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു നൗൺ ഫ്രേസും കിട്ടും, വെർബ് ഫ്രേസും കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് സെൻറ്റൻസുകൾ എടുക്കുക. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു നൗൺ ഫ്രേസ് ഉണ്ടാവും, ഒരു വെർബ് ഫ്രേസ് ഉണ്ടാവും. അപ്പോൾ ഒരു നൗൺ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാവും? ഓക്കെ, നമ്മൾ പറഞ്ഞു സെൻറ്റൻസിൽ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ആണുള്ളത്. അപ്പം നൗൺ ഫ്രേസിൽ എന്തൊക്കെ കാണണം അല്ലേ, നമുക്കറിയണമല്ലോ നൗൺ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന്. അതിലൊരു ഡിറ്റർമിനർ ഉണ്ടാവും, അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ടാവും, നൗൺ ഉണ്ടാവും, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ടാവും. ഓക്കെ, ഡിറ്റർമിനർ ഉണ്ടാവും, അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ടാവും, നൗൺ ഉണ്ടാവും, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ടാവും. ഓക്കെ. The tall boy went to the tall boy in the class. The tall boy of the class. എന്താണ് ആ ക്ലാസ്സിലെ ടോൾ ബോയ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അടുത്ത വേർബ് ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാവും? വേർബ് ഉണ്ടാവും, നൗൺ ഫ്രേസ് ഉണ്ടാവും, പ്രിപ്പോഷണൽ ഫ്രേസ് വരാം, ആഡ്വേർബും വരാം. പ്രിപ്പോഷണൽ ഫ്രേസ് ആണെങ്കിൽ പ്രിപ്പോസിഷനും ഒരു നൗൺ ഫ്രേസും ഉണ്ടാവും. ഇൻ ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ദ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, നൗൺ ഫ്രേസ് ആണ് അല്ലേ. അപ്പോൾ നൗൺ ഫ്രേസിനുള്ള ഇത് നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ, അവിടെ ഡിറ്റർമിനറും നൗണും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്, അഡ്ജക്റ്റീവും അതുപോലെ ഒരു പ്രിപ്പോഷണൽ ഫ്രേസും ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ റൂൾസിനെ ഓരോ ഇത് വെച്ച് നോക്കാം. ഇതാണ് സെൻറ്റൻസിൻ്റെ മെയിൻ സ്ട്രക്ചർ റൂൾ എന്ന് പറയുന്നത്. ഈ 5 എണ്ണമാണ്. അത് ബൈ ഹാർട്ട് പഠിക്കുക സിൻടാക്സ് പഠിക്കുന്നവർ. അതിൽ ഫ്രേസ് സ്ട്രക്ചർ റൂൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു NP എന്ന് പറഞ്ഞാൽ അതിൽ ഡിറ്റർമിനറും നൗണും ഉണ്ടാവും എന്ന് പറഞ്ഞു. ദ ബസ്, കണ്ടോ, ഡിറ്റർമിനർ ദ, നൗൺ എന്ന് പറയുന്നത് ദ ബസ്. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളത് മനസ്സിലാക്കി വിചാരിക്കുന്നു. അതിനിപ്പോൾ അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ എന്താവും, ദ ബസ് ഇൻ ദ യാർഡ്. എങ്ങനെ വരുന്നു, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്, അത് PP. ഓക്കെ. PP ഡിവൈഡ് ചെയ്യുമ്പോൾ പിയും NPയും കിട്ടും. ഇന്നാണ് പ്രിപ്പോസിഷൻ, ഡിറ്റർമിനർ, അതുപോലെ നൗൺ. അടുത്തത് നമ്മൾ പറയുന്നത് VP ആണ്. VP എന്ന് പറയുന്നത് എന്താണ്, വേർബ് ഫ്രേസ്. ഓക്കെ. വേർബ് ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, പ്രധാനമായിട്ട് വേർബ് ഉണ്ടാവും. അതിൻ്റെ ശേഷമായിട്ട് ഒരു നൗൺ ഫ്രേസും കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കുക, ടുക്ക് ദ മണി. അപ്പോൾ വേർബ് എന്ന് പറയുന്നത് ടുക്കാണ്, ദ മണി എന്ന് പറയുന്നത് NP ആണ്. ഓക്കെ. അപ്പോൾ NPനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. നേരത്തെ ചെയ്തത് അങ്ങനെയാണ്. NP എന്ന് പറയുന്നത് അതിലൊരു ഡിറ്റർമിനറും നൗണും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ദ മണി NP, ടുക്ക് പ്ലസ് ദ മണി VP, V പ്ലസ് NP ആവും, അത് VP ആയിട്ട് മാറും. വേറെ എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ടുക്ക് ദ മണി ഫ്രം ദ ബാങ്ക്, അതിലൊരു പ്രിപ്പോഷണൽ ഫ്രേസും കൂടി കൂടുന്നുണ്ട്. മുകളിലുള്ള റൂൾസ് നോക്കുക. V NP PP എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ V ടുക്ക് ദ മണി നമ്മൾ നേരത്തെ ചെയ്തു, എന്താണ്, NP വന്നു, വേറൊരു ബ്രാഞ്ചും കൂടി വന്നു, ഏതാണ്, PP. ഓക്കെ. ഫ്രം ദ ബാങ്ക്, PP സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ P പ്ലസ് NP കിട്ടും. ആ NP വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ബാങ്ക്, ഡിറ്റർമിനർ പ്ലസ് നൗണും കൂടി വരും. ഓക്കെ. ഇതാണ് ആ ഒരു റൂള്. ഇത് നമ്മൾ ആദ്യം NP പഠിക്കുക. NPയിൽ ഡിറ്റർമിനറും Nഉം ഉണ്ടാവും. അപ്പോൾ VP എന്ന് പറയുന്നത് V പ്ലസ് NP ആവുമ്പോൾ നേരത്തെ NP നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ്. ദ ചിൽഡ്രൻ പുട്ട് ദ ടോയ് ഇൻ ദ ബോക്സ്. ഓക്കെ. അപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഉള്ളതാണ്. നൗൺ ഫ്രേസ് ഏതാണ്, ദ ചിൽഡ്രൻ. പുട്ടാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ദ ചിൽഡ്രൻ ഡിറ്റർമിനർ പ്ലസ് നൗൺ. വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിൽ വേർബ് ഉണ്ടാവും, നൗൺ ഫ്രേസ് ഉണ്ടാവും, പ്രിപ്പോഷണൽ ഫ്രേസ് ഉണ്ടാവും. പുട്ട് ദ ടോയ്, പുട്ട് ദ ടോയ്, അതിൽ പുട്ട് മാത്രമാണ് വേർബ്. ദ ടോയ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഇൻ ദ ബോക്സ് എന്ന് പറയുന്നത് പ്രിപ്പോഷണൽ ഫ്രേസ് ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ NP ഡിവൈഡ് ചെയ്യുമ്പോൾ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ, N എന്ന് പറയുന്നത് ടോയ്, ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ, അതിൽ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ, N എന്ന് പറയുന്നത് ബോക്സ്. ഓക്കെ. അപ്പോൾ അത് നൗൺ ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് അത് പോകുന്നത്. എപ്പോഴും മുകളിൽ നിന്ന് താഴേന്ന് മുകളിലേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ദ എന്ന് പറയുന്ന ഡിറ്റർമിനർ, നൗൺ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യുക, NP കിട്ടും. അതുപോലെ പുട്ട് ദ ടോയ്, അതിനെ പുട്ടിനെ നമ്മൾ V ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന് ശേഷം വരുന്നതിന് നമ്മൾ NPയിലും PP-യിലും ആയിട്ട് മാറ്റുക. അടുത്ത നിങ്ങൾക്ക് ഒരു ഫുൾ സെൻറ്റൻസ് തന്നെ ഇവിടെ ചെയ്തു തരാണ്. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഉണ്ടാവും എന്ന് പറഞ്ഞു. ദ ഗേൾ സോ എ ഡോഗ്, അതിൽ ദ ഗേൾ എന്ന് പറയുന്നത് ആർട്ടിക്കിളാണ്, അതായത് ഡിറ്റർമിനർ ആണ്, ഇപ്പുറത്തുള്ള നൗണാണ്. അപ്പോൾ അത് NP ആയി. VP എന്ന് പറയുമ്പോൾ സോ എന്ന് പറയുന്നത് V ആണ്, വേർബാണ്. എ ഡോഗ് എന്ന് പറയുന്നത് ഡിറ്റർമിനറും നൗണുമാണ്, അതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നൗൺ ഫ്രേസായി. അപ്പോൾ വേർബും നൗൺ ഫ്രേസും ചേർന്നതാണ് വേർബ് ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഡിറ്റർമിനറും നൗണും കൂടി ചേർന്നതാണ്. എൻ്റെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന ആ സമയം തന്നെ നമ്മുടെ ഈ സിൻടാക്റ്റിക് റൂൾസ് എടുത്തിട്ട് നോക്കണം. ഓക്കെ, അതായത് ആ ഒരു N എന്താണ്, PP എന്താണ്, VP എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവാതെ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഈ ഒരു റൂള് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ദ ഓൾഡ് ട്രീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജക്റ്റീവും കൂടി വന്നു. അപ്പോൾ ഡിറ്റർമിനർ വന്നു, അഡ്ജക്റ്റീവ് വന്നു, ട്രീ വന്നു. ഓക്കെ, അപ്പോൾ 3 നൗണും കൂടി വന്നു. അതുകൂടി ഒരു നൗൺ ഫ്രേസായി. ഇപ്പുറത്തെ വേർബ് ഫ്രേസ് എങ്ങനെയായി? PP ആയി. PP വീണ്ടും Pയിലേക്ക് ഇന്ന് വന്നു, അവിടെ ഒരു നൗൺ ഫ്രേസ് കിട്ടി, ദ വിൻഡ്. അപ്പോൾ ദ ഓൾഡ് ട്രീ എന്ന് പറയുന്നത് നൗൺ ഫ്രേസും സ്വേഡ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് VP ആയിട്ട് കിട്ടി. ഇങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേർബ് മാത്രം ഉണ്ടായാൽ പോരാ, വേർബിൻ്റെ കൂടെ ഒരു NPയോ അല്ലെങ്കിൽ PP ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.